CAP IHRD കോളേജുകളിലെ ഫീസ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധക്കാർ മുഖ്യമന്ത്രിയുടെ കട്ടൗട്ട് കീറിയെറിഞ്ഞു. തങ്ങൾ ആക്രമിക്കാൻ പ്രവർത്തകർ എത്തിയത് ബ്ലേഡുമായാണെന്ന് പോലീസ് ആരോപിച്ചു. റോഡിൽ ബ്ലേഡ് ചിതറിക്കിടക്കുന്ന ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. ഞങ്ങൾ അടിച്ചൊതുക്കി എല്ലൊടിക്കുന്ന രൂപത്തിൽ പ്രവർത്തിച്ചിട്ട് നിങ്ങൾക്ക് മാത്രമേറ്റു എന്ന നിലയിൽ നിങ്ങൾ ചിലപ്പോൾ രജീഷ് നരിക്കുനിയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. രജീഷ്, ബ്ലേഡും ഒരു സമരായുധമായോ? അങ്ങനെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഇന്നത്തെ സമരം നടക്കുന്നതിനിടയിലാണ് ഈ റോഡിൽ ഇത്തരത്തിൽ ബ്ലേഡുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പോലീസ് പറയുന്നത് ഈ പോലീസിനെ ആക്രമിക്കാൻ സമരക്കാരാണ് ഈ ബ്ലേഡ് കൊണ്ടുവന്ന് അവർ ആരോപിക്കുമ്പോൾ, എന്നാൽ പോലീസാണ് സമരക്കാരെ ആക്രമിക്കാൻ ബ്ലേഡുമായി എത്തിയെന്ന ആരോപണം ഇതുമായി ബന്ധപ്പെട്ട മുൻ മന്ത്രി മുഹമ്മദ് റിയാസും ആരോപിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ക്യാപ്പ് ഒപ്പം തന്നെ IHRD ക്യാമ്പസുകളിലെ ഫീസ് വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിലേക്ക് ഇന്ന് SFIയുടെ പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ഇത്തരത്തിൽ ഫീസ് വർധനവ് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതുമായി മുന്നോട്ട് പോയിരുന്നില്ല. അന്ന് പ്രതിഷേധമായി SFI മുന്നോട്ട് വരികയും 5% മാത്രം വർധന വരുത്താമെന്നൊരു കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തു. പിന്നീട് മറ്റു നടപടികൾക്കൊന്നും കടന്നില്ല. എന്നാൽ പുതിയ അഡ്മിഷൻ കാലത്ത് വീണ്ടും ഈ ഫീസ് വർധനവ്, അതായത് കൂട്ടിയ ഫീസ് സ്വീകരിക്കുന്ന സാഹചര്യത്തിലാണ് വലിയ രീതിയിൽ പ്രതിഷേധമായി SFIക്കാർ എത്തിയിരിക്കുന്നത്. മദ്യത്തിന് നികുതി ഇളവ് നടപ്പിലാക്കുകയും ഒപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഇത്തരത്തിൽ ഫീസ് വർധനവ് നടപ്പിലാക്കുന്നതിനെതിരെയുമായിരുന്നു SFIയുടെ സെക്രട്ടേറിയറ്റ്. സമരത്തിന്റെ കാരണങ്ങൾ അറിയാം, പക്ഷേ ഈ ബ്ലേഡ് വന്നതിനെ കുറിച്ച് പോലീസ് എന്താണ് പറയുന്നത്? പോലീസിനെ ഇവർ ഈ ബ്ലേഡ് കൊണ്ട് എന്തെങ്കിലും ചെയ്തോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതോ ബ്ലേഡ് അവിടെ ചെതറിക്കിടക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ? ഈ ബ്ലേഡ് ഇവിടെ ചിതറിക്കിടക്കുകയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതേസമയം തന്നെ ചില പോലീസുകാർക്ക് കൈക്ക് ചെറിയ രീതിയിൽ മുറിവേറ്റിട്ടുണ്ട്. അത് ബ്ലേഡ് കൊണ്ടാണോ അല്ലെങ്കിൽ ഈ മാർച്ചും സംഘർഷത്തിനിടയിൽ പറ്റിയതാണോ എന്ന കാര്യം വ്യക്തമല്ല. നമ്മൾ കാണുന്ന സമയത്ത് ബ്ലേഡുകൾ ഇവിടെ ചിതറിക്കിടക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിൽ മുഴുവൻ 4-5 സ്ഥലങ്ങളിലായി ഇത്തരത്തിൽ ബ്ലേഡുകൾ ചിതറിക്കിടക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ആര് കൊണ്ടുവന്നെന്ന കാര്യം ഇതുവരെ വ്യക്തമല്ല. അതേസമയം തന്നെ സമരക്കാർക്കും ഒപ്പം തന്നെ പോലീസുകാർക്കും പരിക്കേൽക്കുന്നു. പോലീസുകാരുടെ കൈയുടെ മുൻഭാഗത്തൊക്കെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ബ്ലേഡ് വെച്ച് മുറിഞ്ഞതാണോ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഉന്തും തള്ളുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ ഉണ്ടായതാണോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ലാത്തി വീശുന്ന സമയത്ത് ഉണ്ടായതാണോ എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും ബ്ലേഡ് ഒരു വലിയ രീതിയിൽ ഇന്നത്തെ സമരത്തിൽ ചർച്ചയായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SFI സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിനിടെയാണ് ബ്ലേഡുകൾ കണ്ടത്. പോലീസിനെ ആക്രമിക്കാൻ ബ്ലേഡ് ഉപയോഗിച്ചു എന്നാണ് പോലീസ് ആരോപിക്കുന്നത്. പോലീസുകാരെ ചിലർക്ക് നേരിയ മുറിവേറ്റിട്ടുണ്ട് എന്നും പറയുന്നു.